ഇന്ന് നമുക്ക് പ്രിൻറ്റിങ് എങ്ങനെയാണ് വർക്കാകുന്നത് നോക്കാം. 3D പ്രിൻറ്റിങ്ങിലേക്ക് നമ്മളൊരു ജോബ് സെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ 2 3D ബെഞ്ചാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മോഡൽ നമ്മൾ ഓൾറെഡി സോഫ്റ്റ്വെയറിൽ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ ഇതിനെ സ്ലൈസ് ചെയ്യാനാണ് വേണ്ടത്. സ്ലൈസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഓരോ ലെയറും എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ലെയറും പ്രിൻ്റായി വരുന്നതിൻ്റെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ കുറേ സെറ്റിങ്സ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മാറ്റുമൊക്കെ ചെയ്യാം. ഇതിന് നമുക്ക് ഗ്ലോബലായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റും. അതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ ഡിഫോൾട്ട് പാരാമീറ്ററിലാണ് ഓടിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ സ്ലൈസ് ചെയ്യുന്നു. സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് സ്ലൈസ് ചെയ്ത് അതിൻ്റെ പ്രോഗ്രാം കിട്ടും. ഇത് അടുത്തത് ചെയ്യാൻ പറ്റുന്ന പ്രിൻ്റ് പ്ലേറ്റ് ഓപ്ഷനിൽ നമ്മൾ പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻ്റർ ലിസ്റ്റായിട്ടുള്ള പ്രിൻ്റർ ബംബ്ലാബിൻ്റെ പ്രിൻ്റർ നമ്മൾ ഇതിൽ കാണിക്കും. അതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ബെഡ് ലെവലിംഗ് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം. ടൈം ലാപ്സ് നമുക്ക് വീഡിയോ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബെഡ് ലെവലിംഗ് ഇപ്പോൾ ഓൾറെഡി പ്രിൻ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ബെഡ് ലെവലിംഗ് ഓഫ് ആക്കുകയാണ്. എനിക്കിനി റീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടൈം ലാപ്സ് ഞാൻ ഓഫാക്കി. എനേബിൾ AMS കൊടുക്കണം. എനേബിൾ AMS കൊടുത്തില്ല നമുക്ക് AMS ലിമിറ്റിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് A2 നമ്മൾ ലോഡ് ചെയ്ത ഗോൾഡ് ഫിലമെൻ്റ് ആണ്. A2 സെലക്ട് ചെയ്യുന്നു. എനിക്ക് ഗോൾഡ് ഫിലമെൻ്റ് അടിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് സെൻഡ് കൊടുക്കുന്നു. ഇപ്പോൾ ഇത് പോകുന്നത് ക്ലൗഡ് സർവീസ് വഴിയാണ്. ബംബ്ലാബിൻ്റെ ഫിലമെൻ്റ് ഞാൻ ക്ലൗഡിൽ പോയി ക്ലൗഡിൽ നിന്ന് നമ്മുടെ പ്രിൻ്ററിലേക്ക് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് ലാൻ ഒൺലി മോഡിൽ മെഷീൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ലാൻ ഒൺലി മോഡിൽ നമുക്കുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലൗഡ് വഴിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൗഡ് ത്രൂ ആണ് സെൻഡ് ചെയ്ത് പ്രിൻ്റർ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റിങ് സ്റ്റാർട്ട് ആവും.